ഓർമ്മയുണ്ടോ ആ കാലം? ഒരു ചെറിയ ജലദോഷം വന്നാൽ അല്ലെങ്കിൽ വയറിലൊരു അസ്വസ്ഥത തോന്നിയാൽ നമ്മൾ ആശുപത്രിയിലേക്ക് ഓടാറില്ലായിരുന്നു. പകരം അമ്മൂമ്മയുടെ മടിയിലെ ചൂടും അടുക്കളയിലെ മസാലപ്പെട്ടിക്കുള്ളിലെ കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങളും മതിയായിരുന്നു നമുക്ക് ആശ്വാസം തരാൻ. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതം മാറി. സമയം ലാഭിക്കാൻ നമ്മൾ ആരോഗ്യം പണയം വയ്ക്കുന്നു. ചെറിയൊരു തുമ്മൽ വന്നാൽ പോലും രാസവസ്തുക്കൾ നിറഞ്ഞ ഗുളികകളിലാണ് നമ്മൾ അഭയം തേടുന്നത്. പ്രകൃതി നമുക്കായി കരുതിവെച്ച ആ വലിയ അറിവുകൾ, നമ്മുടെ ഒറ്റമൂലികൾ, അവയെ നമ്മൾ മറന്നുവോ? നമസ്കാരം. ഇതൊരു വെറും വീഡിയോ അല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ പറമ്പിലും അടുക്കളയിലും ഒഴിഞ്ഞിരിക്കുന്ന, എന്നാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള 100 ഒറ്റമൂലികളെക്കുറിച്ചുള്ള ഒരു യാത്രയാണിത്. പണ്ടത്തെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും മുത്തശ്ശിമാരുടെ അനുഭവങ്ങളിൽ നിന്നും പകർന്നെടുത്ത 100 അറിവുകൾ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ യാത്ര തുടങ്ങേണ്ടത് ഉദരത്തിൽ നിന്നാണ്. സർവ്വരോഗങ്ങളും വയറ്റിൽ നിന്ന് തുടങ്ങുന്നു എന്ന് കേട്ടിട്ടില്ലേ? ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ ദഹനവ്യവസ്ഥയാണ്. ഗ്യാസ്, ആസിഡിറ്റി, ദഹനക്കുറവ് ഇവയൊക്കെ നമ്മുടെ നിത്യശത്രുക്കളായി മാറി. ഇതാ, വയറിനെ ശാന്തമാക്കാൻ പ്രകൃതി തരുന്ന ആദ്യത്തെ ചില അത്ഭുതങ്ങൾ. റെമഡി 1: ഇഞ്ചി ആൻഡ് റോക്ക് സോൾട്ട്. ഏറ്റവും ലളിതമായത് തുടങ്ങാം. ദഹനക്കേട് വില്ലനാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ചതച്ചെടുക്കുക. അതിലേക്ക് അല്പം ഇന്ദുപ്പ് ചേർത്ത് ഒന്ന് ചവച്ചിറക്കി നോക്കൂ. വയറ്റിലെ ആ അസ്വസ്ഥമായ തീ അണയാൻ ഇതിലും നല്ലൊരു മരുന്നില്ല. ഇത് നമ്മുടെ ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. റെമഡി 2: ക്യുമിൻ വാട്ടർ. ഇനി ശരീരത്തിന് അമിത ചൂടാണോ? ദാഹം മാറുന്നില്ലേ? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുന്ന ശീലം മാറ്റാം. ഒരു നുള്ളി ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു നോക്കൂ. ഇത് ശരീരം തണുപ്പിക്കുക മാത്രമല്ല, രക്തശുദ്ധീകരണത്തിനും ഉത്തമമാണ്. റെമഡി 3: ഗാർലിക് മിൽക്ക്. വായുകോപം അഥവാ ഗ്യാസ് ട്രബിൾ കാരണം നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാറുണ്ടോ? ഇതാ ഒരു പഴയ വിദ്യ. അല്പം വെളുത്തുള്ളി തൊലി കളഞ്ഞ് പാലിലിട്ട് തിളപ്പിക്കുക. വെളുത്തുള്ളി വെന്തു കഴിയുമ്പോൾ ആ പാൽ കുടിക്കുക. ഗ്യാസ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ മതി. വെളുത്തുള്ളി ആന്റിബയോട്ടിക്കിന് തുല്യമാണെന്ന് ശാസ്ത്രം പോലും സമ്മതിക്കുന്നു. റെമഡി 4: കറി ലീവ്സ്. നമ്മൾ കറിവേപ്പില എടുത്തു കളയുന്നവരാണ്. എന്നാൽ അറിയുക, ദഹനത്തിനും മുടി വളരാനും മാത്രമല്ല, ചീത്ത കൊളസ്ട്രോളിനെ പമ്പ കടത്താനും കറിവേപ്പില പച്ചയ്ക്ക് ചവച്ചരച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഉത്തമമാണ്. റെമഡി 5: ആസഫോട്ടീഡ. കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വന്നാൽ അമ്മമാർ പൊക്കിളിനു ചുറ്റും കായം കലക്കി പുരട്ടുന്നത് കണ്ടിട്ടില്ലേ? മുതിർന്നവർക്കും ഇത് ബാധകമാണ്. മോരുവെള്ളത്തിൽ അല്പം കായം കലക്കി കുടിക്കുന്നത് വയർ സ്തംഭനത്തിന് പെട്ടെന്നുള്ള ആശ്വാസമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ 5 അറിവുകൾ നേടി. ഓർക്കുക, ഇവയൊന്നും മാജിക് അല്ല, ഇതാണ് പ്രകൃതിയുടെ ശാസ്ത്രം. ഋതുക്കൾ മാറുമ്പോൾ, മഴയൊന്ന് ചാറുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് തളരുന്നു. ജലദോഷം, തൊണ്ടവേദന, പനി ഇവയൊക്കെ ക്ഷണിക്കാത്ത അതിഥികളെപ്പോലെ എത്തും. ഇവിടെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ന കവചം നമ്മൾ അണിയേണ്ടത്. ശ്വാസകോശത്തെ കാക്കാൻ ഇതാ പ്രകൃതിയുടെ സമ്മാനങ്ങൾ. തുളസി, ഹോളി ബേസിൽ. മുറ്റത്തെ വെറുമൊരു ചെടിയല്ലാതെ അതൊരു ഔഷധശാലയാണ്. തൊണ്ടവേദനയോ ജലദോഷമോ തുടങ്ങിയാൽ 10-12 തുളസിയിലയും 5-6 കുരുമുളകും ബ്ലാക്ക് പെപ്പർ ചേർത്ത് ചതച്ച് നീരെടുക്കുക. ഇത് 1 സ്പൂൺ തേനിൽ ചേർത്ത് കഴിക്കുക. കഫക്കെട്ടിനെ അലിയിച്ചുകളയാൻ ഇതിനു പ്രത്യേക കഴിവുണ്ട്. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഗോൾഡൻ മിൽക്ക് അഥവാ മഞ്ഞൾ പാൽ കുടിക്കുന്ന ശീലം വിദേശികൾ പോലും ഇന്ന് അനുകരിക്കുന്നു. 1 ഗ്ലാസ് ചൂടുപാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിലെ മുറിവുകൾ ഉണക്കാനും പ്രതിരോധശക്തി കൂട്ടാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു. പലരും മറന്നുപോയ ഒരു ചെടിയുണ്ട്, ആടലോടകം, അഡഡോഥ. വിട്ടുമാറാത്ത ചുമയ്ക്ക് ഇതിന്റെ ഇല വാട്ടി പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് രാമബാണം പോലെയാണ് ഫലം ചെയ്യുക. കഫം അലിയിച്ചു കളയാൻ ഇതിലും മികച്ച വേറൊരു മരുന്നില്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ലളിതമായ കാര്യം നമ്മൾ പലപ്പോഴും മറക്കുന്നു. തൊണ്ടവേദനയുടെ തുടക്കത്തിൽ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് തൊണ്ട കുലുക്കൊഴിഞ്ഞാൽ, ഗാർഗിൾ, അണുബാധ തൊണ്ടയിൽ വെച്ച് തന്നെ അവസാനിക്കും. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് പനിക്കൂർക്ക, ഇന്ത്യൻ ബോറേജ്. കുഞ്ഞുങ്ങൾക്ക് നെഞ്ചിൽ കഫം കെട്ടുമ്പോൾ ഇതിന്റെ ഇല ചൂടാക്കി നെറുകയിൽ വയ്ക്കുന്നതും നീരു പിഴിഞ്ഞു കൊടുക്കുന്നതും പണ്ടത്തെ അമ്മമാരുടെ കൈപുണ്യമാണ്. തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുമ്പോൾ വേദനകൾ സ്വാഭാവികമാണ്. തലവേദനയായും മുട്ടുവേദനയായും അത് നമ്മളെ തളർത്താം.
പെയിൻ കില്ലറുകൾ താൽക്കാലിക ആശ്വാസം തരുമായിരിക്കും, പക്ഷെ അവ ശരീരത്തിന് നൽകുന്ന ദോഷം ചെറുതല്ല. വേദനകളെ മെരുക്കാൻ നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കാം. കഠിനമായ തലവേദന വരുമ്പോൾ നെറ്റിയിൽ ലേപനം ചെയ്യാൻ ചുക്ക് അരച്ചെടുക്കാം. ചുക്ക് വെള്ളത്തിലുരസി നെറ്റിയിൽ പുരട്ടുന്നത് നീർക്കെട്ടിറങ്ങി തലവേദന മാറാൻ സഹായിക്കും. അതുപോലെ തുളസിയിലയുടെ നീര് നെറ്റിയിൽ പുരട്ടുന്നതും ആശ്വാസം നൽകും. സന്ധിവേദനയോ നടുവേദനയോ അലട്ടുന്നുണ്ടോ? കടുകെണ്ണയിൽ അല്പം കർപ്പൂരമിട്ട് ചൂടാക്കുക. ഈ എണ്ണ ഇളം ചൂടോടെ വേദനയുള്ള ഭാഗത്ത് തിരുമുന്നത് പേശികൾക്ക് അയവ് വരുത്താനും വേദന കുറയ്ക്കാനും സഹായിക്കും. വാദം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഉലുവ ഒരനുഗ്രഹമാണ്. ഉലുവ വറുത്തു പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുന്നതോ സന്ധികളിലെ വേദന കുറയ്ക്കാൻ സഹായിക്കും. മൂക്കടപ്പും തലവേദനയും ഉണ്ടെങ്കിൽ യൂക്കാലി തൈലം അല്ലെങ്കിൽ ഇലയിട്ട് ആവി പിടിക്കുന്നത് ശ്വസനനാളം തെളിയാൻ സഹായിക്കും. ചെവിവേദന വന്നാൽ അല്പം വെളിച്ചെണ്ണയിൽ 1-2 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കാച്ചി ആ എണ്ണ ചെറു ചൂടോടെ ചെവിക്ക് പുറത്തും മറ്റും പുരട്ടുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെവിയിലൊഴിക്കുക. വേദനയ്ക്ക് ശമനം നൽകും. ഇപ്പോൾ നമ്മൾ കണ്ടത് 15ഓളം അറിവുകളാണ്. ഓരോന്നും ഒന്നിനൊന്നു മെച്ചം. എന്നാൽ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ചർമ്മത്തിന്റെ സൗന്ദര്യം, മുടിയുടെ ആരോഗ്യം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള ഒറ്റമൂലികൾ, അങ്ങനെ ഇനിയും 85ഓളം അറിവുകൾ ബാക്കിയുണ്ട്. അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് സൗന്ദര്യ സംരക്ഷണത്തിനും നിത്യജീവിതത്തിലെ വില്ലന്മാരായ പ്രമേഹത്തിനും പ്രഷറിനും പ്രകൃതി ഒഴിപ്പിച്ചുവച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറല്ലേ? നമ്മുടെ വീടുകളിൽ ഇന്ന് ഒഴിവാക്കാനാവാത്ത ചില അതിഥികളുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ജീവിതശൈലീ രോഗങ്ങളെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന നിശബ്ദ കൊലയാളികൾ. മരുന്നുകൾ കഴിച്ചു മടുത്തവർക്ക് പ്രകൃതി നൽകുന്ന ചില കൈത്താങ്ങുകളിതാ. പ്രമേഹത്തെ പേടിച്ച് മധുരം ഉപേക്ഷിച്ചവർക്ക് പ്രകൃതി നൽകുന്ന അമൃതാണ് നെല്ലിക്ക. നെല്ലിക്കയുടെ നീരിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് അതിരാവിലെ കഴിക്കുന്നത് ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിനെ നിശാമൽക്കി എന്നാണ് ആയുർവേദം വിളിക്കുന്നത്. കയ്പിഷ്ടമല്ലായിരിക്കാം, പക്ഷേ പ്രമേഹരോഗികൾക്ക് പാവയ്ക്ക ഒരു ഔഷധമാണ്. പാവയ്ക്കയുടെ നീര് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ അത്ഭുതകരമായ ഫലം ചെയ്യും. മാമ്പഴം കഴിക്കാൻ പേടിയാണോ? എന്നാൽ മാവില നിങ്ങൾക്കുള്ള മരുന്നാണ്. തളിരിലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം രാത്രി മുഴുവൻ വെച്ച ശേഷം രാവിലെ കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും. രക്തസമ്മർദ്ദം അഥവാ BP കുറയ്ക്കാൻ നമ്മുടെ നാടൻ മുരിങ്ങ മതി. മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കുന്നതും മുരിങ്ങയില നീര് കഴിക്കുന്നതും രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും BP നിയന്ത്രിക്കാനും സഹായിക്കും. കൊളസ്ട്രോൾ കൂടിയെന്ന് ഡോക്ടർ പറഞ്ഞോ? നമ്മുടെ നാടൻ കാന്താരിമുളക് വിസാരക്കാരനല്ല. 5-6 കാന്താരി മോരിൽ ചാലിച്ചു കുടിക്കുന്നത് കൊളസ്ട്രോൾ ഉരുക്കിക്കളയാൻ സഹായിക്കും. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ചുവന്നുള്ളി മികച്ചതാണ്. ചുവന്നുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നതോ കറികളിൽ ധാരാളമായി ഉൾപ്പെടുത്തുന്നതോ രക്തം കട്ടപിടിക്കുന്നത് തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും ഒരുപോലെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട. ഭക്ഷണത്തിൽ അല്പം കറുവപ്പട്ട പൊടി ചേർക്കുന്നത് രുചി മാത്രമല്ല ആരോഗ്യവും നൽകും. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ത്രിഫലാചൂർണം രാത്രി കിടക്കുന്നതിനു മുൻപ് ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇത് ദഹനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ഒരു നവോന്മേഷം നൽകുകയും ചെയ്യും. കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്തെ പാടുകൾ നിങ്ങളെ വിഷമിപ്പിക്കാറുണ്ടോ? വിപണിയിൽ കിട്ടുന്ന ക്രീമുകൾ വാങ്ങി പണം കളയണ്ട. സൗന്ദര്യമെന്നത് ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ്. ഇതാ പ്രകൃതിദത്തമായ സൗന്ദര്യക്കൂട്ടുകൾ. ചർമ്മത്തിന് ജലാംശം നൽകാൻ കറ്റാർവാഴ ജ്യൂസ് പോലെ മറ്റൊന്നുമില്ല. ഇതിന്റെ ജെൽ മുഖത്ത് പുരട്ടുന്നത് കരുവാളിപ്പ് മാറാനും ചർമ്മം മൃദുവാകാനും സഹായിക്കും. സോപ്പ് ഉപയോഗിച്ച് മുഖം വരളുന്നുണ്ടോ? പകരം കടലമാവ് ഉപയോഗിക്കൂ. ഇത് ചർമ്മത്തിലെ എണ്ണമയം നീക്കാനും നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ക്ലെൻസറാണ്. മുഖക്കുരുവും പാടുകളും മാറ്റാൻ മഞ്ഞളും തേനും ചേർന്ന മിശ്രിതം മുഖത്ത് പുരട്ടാം. മഞ്ഞൾ അണുക്കളെ നശിപ്പിക്കുമ്പോൾ തേൻ ചർമ്മത്തിന് തിളക്കം നൽകുന്നു. ചർമ്മത്തിൽ ചൊറിച്ചിലോ അലർജിയോ ഉണ്ടെങ്കിൽ ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ഉത്തമമാണ്. ആര്യവേപ്പ് ഒരു പ്രകൃതിദത്ത അണുനാശിനിയാണ്. കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് കണ്ണുകൾ തളർന്നോ? കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വെള്ളരിക്ക വട്ടത്തിലരിഞ്ഞ് കണ്ണിനു മുകളിൽ വെച്ച് അല്പനേരം വിശ്രമിക്കുക. കണ്ണുകൾക്ക് കുളിർമയും ഉന്മേഷവും ലഭിക്കും. മുഖത്തെ എണ്ണമയം കുറയ്ക്കാനും കുരുക്കൾ വരാതിരിക്കാനും ചന്ദനമരച്ച് പുരട്ടുന്നത് പണ്ടുകാലം മുതലേയുള്ള ശീലമാണ്. പഴുത്ത പപ്പായ ഉടച്ച് മുഖത്ത് പുരട്ടുന്നത് മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും മുഖത്തിന് നല്ല തിളക്കം നൽകാനും സഹായിക്കും. മുടി കൊഴിച്ചിൽ ഇന്നെല്ലാവരുടെയും പേടി സ്വപ്നമാണ്. മുടി ഒന്ന് ചീകുമ്പോഴേക്കും ചീപ്പിൽ നിറയെ മുടി കാണുമ്പോഴുള്ള വിഷമം
അതനുഭവിക്കുന്നവർക്കേ അറിയൂ. നമുക്ക് മുടിയെ ഒന്ന് സ്നേഹിച്ചാലോ? ഷാംപൂവിലെ കെമിക്കലുകൾ മുടി നശിപ്പിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ചെമ്പരത്തി താളി ഉപയോഗിക്കാം. ചെമ്പരത്തിയുടെ ഇലയും പൂവും വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത താളി മുടിക്ക് നൽകുന്ന മൃദുത്വം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. മുടി നരയ്ക്കുന്നത് തടയാൻ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയിട്ട് കാച്ചി തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഇത് മുടിക്ക് കറുപ്പ് നിറം നിലനിർത്താൻ സഹായിക്കും. മുടി കൊഴിഞ്ഞ ഇടങ്ങളിൽ പുതിയ മുടി വളരാൻ ചെറിയ ഉള്ളിയുടെ നീര് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുക. ഇതിലെ സൾഫർ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തും. നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം മുടിക്കൊരു ടോണിക്കാണ്. തലേദിവസത്തെ കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടിക്ക് ബലവും തിളക്കവും നൽകും. താരൻ ശല്യം ചെയ്യുന്നുണ്ടോ? ഉലുവ കുതിർത്തരച്ച് തലയിൽ തേച്ചു പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. താരൻ പമ്പ കടക്കുമെന്ന് മാത്രമല്ല, മുടിക്ക് നല്ല കുളിർമയും കിട്ടും. കറ്റാർവാഴയുടെ ജെൽ തലയോട്ടിയിൽ തേക്കുന്നത് മുടിയിലെ ചൊറിച്ചിൽ മാറ്റാനും മുടിക്ക് കണ്ടീഷണർ നൽകിയ ഫലം ലഭിക്കാനും സഹായിക്കും. നെല്ലിക്ക ഉണക്കി പൊടിച്ചത് വെളിച്ചെണ്ണയിൽ ചേർത്ത് ചൂടാക്കി സ്ഥിരമായി ഉപയോഗിക്കുന്നത് അകാല നര തടയാൻ സഹായിക്കും. തലയിലെ പേൻ ശവ്യം മാറാൻ അല്പം വേപ്പെണ്ണ വെളിച്ചെണ്ണയിൽ ചേർത്ത് തലയിൽ തേക്കുന്നത് ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മൾ 38 അറിവുകൾ പിന്നിട്ടു. പ്രമേഹം മുതൽ മുടി സംരക്ഷണം വരെ. എത്ര ലളിതമായ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മറക്കുന്നത്, അല്ലേ? പക്ഷേ യാത്ര ഇവിടെയും തീരുന്നില്ല. ഇനിയാണ് യഥാർത്ഥ അത്ഭുതങ്ങൾ. സ്ത്രീകളുടെ ആരോഗ്യം, കുട്ടികളുടെ ബുദ്ധിവികാസം, പിന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴികൾ, കൂടാതെ അടുക്കളയിലെ ചില ചെറിയ സൂത്രപ്പണികൾ. ഇവയെല്ലാം ചേർന്ന അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഈ അറിവുകൾ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യൂ. ഒരു വീടിന്റെ വിളക്കാണ് സ്ത്രീ. എന്നാൽ സ്വന്തം ആരോഗ്യം നോക്കാൻ പലപ്പോഴും അവൾ മറന്നുപോകുന്നു. ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകളും വിളർച്ചയും സ്ത്രീകളെ വല്ലാതെ അലട്ടാറുണ്ട്. ഇതാ സ്ത്രീകൾക്കായി പ്രകൃതിയുടെ പ്രത്യേക കരുതൽ. ആർത്തവ കൃപക്കേടുകൾ പരിഹരിക്കാൻ എള്ള് മികച്ചതാണ്. എള്ളിൽ ധാരാളം ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട്. എള്ള് ശർക്കര ചേർത്ത് കഴിക്കുന്നത് ആർത്തവം കൃത്യമാക്കാൻ സഹായിക്കും. ആർത്തവ സമയത്തെ വയറുവേദന സഹിക്കാൻ കഴിയാത്തതാണോ? ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ജീരകമിട്ട് തിളപ്പിച്ചു കുടിക്കുന്നത് ഗർഭപാത്രത്തിലെ പേശികളെ അയവു വരുത്താനും വേദന കുറയ്ക്കാനും സഹായിക്കും. ഹോർമോൺ വ്യതിയാനങ്ങൾ സ്ത്രീകളിൽ സാധാരണമാണ്. ഇതിനൊരു പരിഹാരമാണ് ചെമ്പരത്തിച്ചായ. ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് തണുപ്പും ഹോർമോൺ സന്തുലിതാവസ്ഥയും നൽകും. മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ ഉലുവ കഞ്ഞിയാക്കി കഴിക്കുന്നത് പണ്ടുകാലം മുതലേയുള്ള ശീലമാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ഉത്തമമാണ്. സ്ത്രീകളിൽ വിളർച്ച അധികം കാണപ്പെടുന്നു. ഇതിന് പരിഹാരമായി ദിവസവും 2-3 ഈത്തപ്പഴം കഴിക്കുക. ഇതിലെ അയൺ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ സഹായിക്കും. ശരീരശുദ്ധിക്കും അണുബാധകൾ തടയാനും മഞ്ഞൾ തേച്ചു കുളിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. ഇത് ചർമ്മത്തിന് അഴകും ആരോഗ്യവും നൽകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ മിടുക്കരായി വളരണമെന്ന് ഏതു മാതാപിതാക്കളാണ് ആഗ്രഹിക്കാത്തത്? അവരുടെ ഓർമ്മശക്തിക്കും രോഗപ്രതിരോധത്തിനും കെമിക്കലുകൾ കൊടുക്കുന്നതിന് പകരം നമുക്ക് പ്രകൃതിയെ കൂട്ടുപിടിക്കാം. ഓർമ്മശക്തിയുടെ പച്ചമരുന്നെന്നാണ് ബ്രഹ്മി അറിയപ്പെടുന്നത്. ബ്രഹ്മി നീരിൽ തേൻ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ബുദ്ധിവികാസത്തിനും ഏകാഗ്രതയ്ക്കും അത്ഭുതകരമായ ഫലം നൽകും. കുട്ടികൾക്ക് ബുദ്ധിശക്തിയും സംസാരശേഷിയും വർദ്ധിക്കാൻ വയമ്പ് ഉരസി തേനിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. വയമ്പ് കഴിച്ച നാവാണോ എന്ന് വാചാലമായി സംസാരിക്കുന്നവരെക്കുറിച്ച് പറയാറില്ലേ? കുട്ടികളിൽ മലബന്ധം സാധാരണമാണ്. ഇതിന് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് ആ വെള്ളവും മുന്തിരിയും കൊടുക്കുന്നത് വയർ ശുദ്ധിയാക്കാൻ സഹായിക്കും. വിരശല്യം കുട്ടികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഇതിന് അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് വിരകളെ നശിപ്പിക്കാൻ സഹായിക്കും. ദിവസവും 1 സ്പൂൺ തേൻ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചുമ, ജലദോഷം എന്നിവയെ അകറ്റി നിർത്താനും സഹായിക്കും. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ആരോഗ്യവും. ടെൻഷനും ഉറക്കമില്ലായ്മയും ഇന്നത്തെ തലമുറയുടെ ശാപമാണ്. മനസ്സ് ശാന്തമാക്കാൻ ഇതാ ചില വഴികൾ. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ലേ? 1 ഗ്ലാസ് ചൂടുപാലിൽ 1 നുള്ള് ജാതിക്കാപ്പൊടി ചേർത്ത് കുടിച്ചുനോക്കൂ. ഇത് പ്രകൃതിദത്തമായ ഒരു സെഡേറ്റീവാണ്. സുഖകരമായ ഉറക്കം ഉറപ്പ്. നമ്മുടെ പാദങ്ങളിൽ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളും അവസാനിക്കുന്നു. ഉറങ്ങുന്നതിനു മുൻപ് അല്പം എണ്ണയുപയോഗിച്ച് പാദങ്ങൾ മസാജ് ചെയ്യുന്നത് ടെൻഷൻ കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. വിഷാദമോ ഉത്കണ്ഠയോ തോന്നുന്നുണ്ടോ? ഏലക്കായിട്ട് തിളപ്പിച്ച പാൽ കുടിക്കുന്നത് മൂഡ് നന്നാക്കാൻ സഹായിക്കും. ഏലക്കായുടെ സുഗന്ധം മനസ്സിന് ഉന്മേഷം നൽകും. ഇതൊരു മരുന്നല്ല, പക്ഷേ ഏതൊരു മരുന്നിനേക്കാളും ഫലപ്രദമാണ്. ടെൻഷൻ കൂടുമ്പോൾ 5 തവണ ദീർഘമായി ശ്വാസമെടുത്ത് സാവധാനം വിടുക. ഇത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വർദ്ധിപ്പിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. ചിരിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ആ ചിരി മായാതിരിക്കാൻ പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്.
പല്ലുവേദന വന്നാൽ ഉടനെ ഡെന്റിസ്റ്റിനെ കാണാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഒരു ഗ്രാമ്പു വേദനയുള്ള പല്ലിനിടയിൽ കടിച്ചുപിടിക്കുക. ഗ്രാമ്പുവിലെ എണ്ണ വേദന കുറയ്ക്കാൻ സഹായിക്കും. മോണയിൽ നിന്ന് രക്തം വരുന്നുണ്ടോ? ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വാഴ കഴുകുന്നത് മോണയിലെ നീർക്കെട്ട് കുറയ്ക്കാനും അണുബാധ തടയാനും ഉത്തമമാണ്. പണ്ടുകാലത്ത് ബ്രഷ് ഉണ്ടായിരുന്നില്ല. പകരം മാവിലയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മാവില കൊണ്ട് പല്ല് തേക്കുന്നത് പല്ലുകൾക്ക് വെണ്മയും ബലവും നൽകും. വായിലെ അണുക്കളെ നശിപ്പിക്കാൻ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കവിൾ കൊള്ളുന്നത് വളരെ നല്ലതാണ്. ഇത് പല്ലിന് മാത്രമല്ല, ശരീരം മുഴുവനും ഗുണം ചെയ്യും. വായ്പുണ്ണ് വല്ലാതെ അലട്ടുന്നുണ്ടോ? പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളം കവിൾ കൊള്ളുകയോ തളിരില ചവയ്ക്കുകയോ ചെയ്യുന്നത് വായ്പുണ്ണ് പെട്ടെന്നുണങ്ങാൻ സഹായിക്കും. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചെറിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അവിടെ തന്നെ അതിനുള്ള മരുന്നുമുണ്ടെന്നതാണ് സത്യം. തീപ്പുള്ളലേറ്റാൽ ഉടനെ തണുത്ത വെള്ളമൊഴിച്ച ശേഷം അല്പം തേൻ പുരട്ടുക. ഇത് നീറ്റൽ കുറയ്ക്കാനും പൊള്ളൽപ്പാടുകൾ വരാതിരിക്കാനും സഹായിക്കും. തേനീച്ചയോ കടന്നലോ കുത്തിയാൽ ഒരു ചെറിയ ഉള്ളി മുറിച്ച് കുത്തേറ്റ ഭാഗത്തുരസുക. വിഷമിറങ്ങാനും വേദന കുറയാനും ഇത് സഹായിക്കും. കത്തികൊണ്ട് കൈ മുറിഞ്ഞാൽ ഉടനെ അല്പം മഞ്ഞൾപ്പൊടി മുറിവിൽ വയ്ക്കുക. രക്തം വരുന്നത് നിൽക്കാനും മുറിവുണങ്ങാനും മഞ്ഞൾ മികച്ചതാണ്. മഴക്കാലത്ത് അട്ടയോ പ്രാണികളോ കടിച്ചാൽ ഉപ്പും മഞ്ഞളും ചേർത്ത മിശ്രിതം പുരട്ടുന്നത് വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കും. യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു ചെറുനാരങ്ങ മണിപ്പിക്കുകയോ നാരങ്ങാനീര് കുടിക്കുകയോ ചെയ്യുന്നത് ഛർദ്ദി തടയാൻ സഹായിക്കും. യാത്രാക്ഷീണം മാറാനും ഛർദ്ദി വരാതിരിക്കാനും യാത്രയ്ക്ക് മുൻപ് ഒരു കഷ്ണം ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ 64 അറിവുകൾ പിന്നിട്ടിരിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യം, കുട്ടികളുടെ ബുദ്ധി, നമ്മുടെ മനസ്സിന്റെ സമാധാനം, ഇവയെല്ലാം പ്രകൃതിയുടെ കൈകളിലാണ്. പക്ഷേ നമ്മുടെ യാത്ര പൂർത്തിയായിട്ടില്ല. ഇനിയുള്ളത് അവസാനത്തെ അധ്യായമാണ്. പ്രമേഹത്തിനും കൊളസ്ട്രോളിനും മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ശരീരഭാരം കുറയ്ക്കാനും വിഷാംശം നീക്കം ചെയ്യാനും പിന്നെ ആരും പറയാത്ത ചില അപൂർവ ഒറ്റമൂലികളും ബാക്കിയുണ്ട്. അവസാനത്തെ ആ 36 രഹസ്യങ്ങൾക്കായി കാത്തിരിക്കുക. ശരീരഭാരം കുറയ്ക്കുക എന്നത് ഒരു തപസ്സാണ്. പട്ടിണി കിടന്നല്ല അത് ചെയ്യേണ്ടത്, മറിച്ച് പ്രകൃതിയുടെ കൂടെ നിന്നാണ്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഭാരം കുറയ്ക്കാനും ഇതാ ചില വഴികൾ. റെമഡി 65 ലെമൺ ആൻഡ് ഹണി. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങയും 1 സ്പൂൺ തേനും ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് ഉരുക്കിക്കളയാൻ സഹായിക്കും. റെമഡി 66 ഹോഴ്സ് ഗ്രാം. തടി കുറയ്ക്കാൻ കുതിരയെ കൂട്ടുപിടിക്കാം. മുതിര, ഹോഴ്സ് ഗ്രാം തിളപ്പിച്ച വെള്ളം സ്ഥിരമായി കുടിക്കുന്നത് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാൻ അത്ഭുതകരമായ ഫലം നൽകും. റെമഡി 67 സിന്നമൺ ടീ. മെറ്റബോളിസം കൂട്ടാൻ കറുവപ്പട്ട ചായ സഹായിക്കും. ഇത് ദഹനത്തെ സഹായിക്കുകയും അമിതവണ്ണം കുറയ്ക്കുകയും ചെയ്യും. റെമഡി 68 ബട്ടർമിൽക്ക്. ഉച്ചയ്ക്ക് ഊണിന് ശേഷം ഒരൽപ്പം സംഭാരം കുടിക്കുന്നത് ശീലമാക്കൂ. ഇഞ്ചി, കറിവേപ്പില, കാന്താരി എന്നിവ ചേർത്ത മോര് ദഹനം സുഗമമാക്കുകയും ശരീരഭാരം കൂടാതെ നോക്കുകയും ചെയ്യും. റെമഡി 69 ഫാസ്റ്റിംഗ്. മരുന്നിനേക്കാൾ വലിയ അത്ഭുതമാണ് ഉപവാസം. ആഴ്ചയിലൊരിക്കൽ ലഘുഭക്ഷണം മാത്രം കഴിച്ച് വയറിന് വിശ്രമം നൽകുന്നത് ശരീരം സ്വയം ശുദ്ധീകരിക്കാൻ ഓട്ടോഫേജിക്ക് സഹായിക്കും. നമ്മുടെ കണ്ണിന്റെ തിളക്കം നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊബൈലും കമ്പ്യൂട്ടറും കണ്ണിനെ വല്ലാതെ തളർത്തുന്നു. കാഴ്ചശക്തി കാത്തുസൂക്ഷിക്കാൻ ഇതാ ചിലപ്പൊടിക്കൈകൾ. റെമഡി 70 ത്രിഫല വാഷ്. കണ്ണിന് കുളിർമ കിട്ടാൻ ത്രിഫലയിട്ട് തിളപ്പിച്ചരിച്ചെടുത്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നത് വളരെ നല്ലതാണ്. ഇത് കണ്ണിന്റെ അണുബാധ തടയാനും കാഴ്ചശക്തി കൂട്ടാനും സഹായിക്കും. റെമഡി 71 ക്യാരറ്റ് ഫോർ വിഷൻ. കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്, എന്നാലും പറയട്ടെ, ക്യാരറ്റ് കണ്ണിന്റെ കൂട്ടുകാരനാണ്. ഇതിലെ വിറ്റാമിൻ എ നിശാന്തത തടയാൻ സഹായിക്കും. റെമഡി 72 പാമിംഗ്. കണ്ണ് വല്ലാതെ ക്ഷീണിക്കുമ്പോൾ 2 കൈപ്പത്തികളും കൂട്ടിത്തിരുമി ചൂടാക്കി ആ ചൂട് കണ്ണിനു മുകളിൽ വയ്ക്കുക. പാമിംഗ്. കണ്ണിന് കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. റെമഡി 73 റോസ് വാട്ടർ. കണ്ണിൽ കരട് പോവുകയോ പുകച്ചിൽ അനുഭവപ്പെടുകയോ ചെയ്താൽ ശുദ്ധമായ പനിനീർ 1-2 തുള്ളി കണ്ണിലൊഴിക്കുന്നത് ആശ്വാസം നൽകും. റെമഡി 74 ബ്ലിങ്കിംഗ്. സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മാൻ മറക്കരുത്. ഇത് കണ്ണ് വരളുന്നത്, ഡ്രൈ ഐസ് തടയാൻ സഹായിക്കും. നമ്മുടെ പറമ്പിൽ വെറുതെ കളയുന്ന പലതും വലിയ ഔഷധങ്ങളാണെന്ന് നമ്മൾ അറിയുന്നില്ല. അങ്ങനെയുള്ള ചില രഹസ്യങ്ങൾ കൂടി. റെമഡി 75 കാസ്റ്റർ ഓയിൽ. മലബന്ധം ഗുരുതരമായ പല രോഗങ്ങൾക്കും കാരണമാകാം. ആഴ്ചയിലൊരിക്കൽ അല്പം ആവണക്കെണ്ണ കഴിക്കുന്നത് വയർ ശുദ്ധിയാക്കാൻ സഹായിക്കും. റെമഡി 76 ആഷ് ഗ്വാഡ്. ശരീരത്തിന് ഉന്മേഷം നൽകാൻ കുമ്പളങ്ങ ജ്യൂസ് പോലെ മറ്റൊന്നുമില്ല. രാവിലെ വെറും വയറ്റിൽ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് ബുദ്ധിശക്തിക്കും ശരീരകാന്തിക്കും ഉത്തമമാണ്. റെമഡി 77 ടെൻഡർ കോക്കനട്ട്. മനുഷ്യന്റെ രക്തത്തോട് ഏറ്റവും സാമ്യമുള്ള പാനീയമാണ് കരിക്കിൻ വെള്ളം.
ക്ഷീണം മാറാനും നിർജ്ജലീകരണം തടയാനും ഇതിലും മികച്ച പ്രകൃതിദത്ത പാനീയമില്ല. റെമഡി 78 ബനാന ഫ്ലവർ. ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിന് വാഴക്കൂമ്പ് തോരൻ വെച്ച് കഴിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. റെമഡി 79 ബനാന സ്റ്റെം. കിഡ്നി സ്റ്റോൺ അലിയിച്ചു കളയാൻ വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് മൂത്രതടസ്സം മാറ്റാനും സഹായിക്കും. റെമഡി 80 പൈനാപ്പിൾ. ശരീരത്തിൽ നീർക്കെട്ടോ വീക്കമോ ഉണ്ടെങ്കിൽ കൈത്തച്ചക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇതിലെ ബ്രോമിലേൻ എന്ന ഘടകം വേദന കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ സമയം കുറവാണ്, പക്ഷേ അറിവുകൾ ഇനിയുമേറെയുണ്ട്. ഇതാ വേഗത്തിൽ ചില മുത്തശ്ശി വൈദ്യങ്ങൾ കൂടി. റെമഡി 81 ലിവർ ശുദ്ധിയാക്കാൻ പപ്പായയുടെ കുരു കഴിക്കാം. റെമഡി 82 അസിഡിറ്റി മാറാൻ പുതിനയില ചവയ്ക്കാം. റെമഡി 83 വായനാറ്റം അകറ്റാൻ ഗ്രാമ്പു വായിലിട്ട് നുണയാം. റെമഡി 84 മൂഡ് നന്നാക്കാൻ ഒരു ഇഞ്ചി ചായ കുടിക്കാം. റെമഡി 85 മുഖത്തെ അനാവശ്യ രോമങ്ങൾ നീക്കാൻ മഞ്ഞൾ തേക്കാം. റെമഡി 86 കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറാൻ ഉരുളക്കിഴങ്ങ് നീര് പുരട്ടാം. റെമഡി 87 വെയിലേറ്റുള്ള കരുവാളിപ്പ് മാറാൻ തക്കാളി നീര് മുഖത്ത് പുരട്ടാം. റെമഡി 88 രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം. റെമഡി 89 പ്രമേഹം കുറയ്ക്കാൻ ചക്ക പുഴുക്ക് കഴിക്കാം. റെമഡി 90 പ്രതിരോധശക്തിക്ക് നെല്ലിക്ക നിത്യവും കഴിക്കാം. റെമഡി 91 വിളർച്ച മാറാൻ മാതളനാരങ്ങ ജ്യൂസ് കുടിക്കാം. റെമഡി 92 താരൻ പോകാൻ പുളിച്ച തൈര് തലയിൽ തേക്കാം. റെമഡി 93 മുഖം തിളങ്ങാൻ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകാം. റെമഡി 94 ഗ്യാസിന് ജീരകവെള്ളം കുടിക്കാം. റെമഡി 95 ടെൻഷൻ കുറയ്ക്കാൻ പച്ചവെള്ളത്തിൽ മുഖം കഴുകാം. റെമഡി 96 വിറ്റാമിൻ ഡി കിട്ടാൻ രാവിലത്തെ വെയിൽ കൊള്ളാം. റെമഡി 98 ആരോഗ്യമുള്ള ഹൃദയത്തിന് നടത്തം ശീലമാക്കാം. റെമഡി 99 നല്ല ഉറക്കത്തിന് മൊബൈൽ ഫോൺ അകലെ വയ്ക്കാം. റെമഡി 100 അവസാനമായി നന്ദി. കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് പ്രകൃതിയോടും ഈശ്വരനോടും നന്ദിയുള്ളവരാകുക. അതാണ് ഏറ്റവും വലിയ മരുന്ന്. നമ്മൾ 100 അറിവുകളിലൂടെ സഞ്ചരിച്ചു. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. നൂറ്റാണ്ടുകളായി നമ്മുടെ മണ്ണിൽ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്ന സത്യങ്ങളാണ്. നമ്മൾ മറന്നുപോയപ്പോൾ പ്രകൃതി നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. ഈ 100 ഒറ്റമൂലികളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്നെനിക്ക് ഉറപ്പുണ്ട്. മരുന്ന് കടകളിലേക്കല്ല, മറിച്ച് നമ്മുടെ അടുക്കളയിലേക്കും പറമ്പിലേക്കും ഒന്ന് കണ്ണോടിക്കൂ. അവിടെയുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനുള്ള താക്കോൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇത് വെറുമൊരു അറിവായി സൂക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഈ അറിവുകൾ മറ്റുള്ളവർക്കും വെളിച്ചമാവട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. പ്രകൃതിയുടെ കൂടുതൽ രഹസ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം.